ഹലോ വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇസ്മി മുഹമ്മദ് ഷഫീഖ് ബി കെ. യെസ്, നമ്മൾ ഇന്ന് തകർക്കാൻ പോവുകയാണ് മാരത്തോണിലൊക്കെ. മക്കളെ, എല്ലാ കൂട്ടുകാരും കൂടിയിട്ട് മാരത്തോണിലേക്ക് വന്നോ. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാറ് കഴിഞ്ഞ കണ്ടന്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഏരിയകൾ കവർ ചെയ്യുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ മാരത്തോൺ പോകുന്നുള്ളത്. സോ ആ ഒരു മാരത്തോൺ കൂടിയിട്ട് നാളെ ഏത് ചോദ്യവും ഏത് വമ്പനിട്ടാലും തീർച്ചയായിട്ടും നിങ്ങൾക്കത് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ കോൺഫിഡൻസ്. സോ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, എല്ലാവരുമായിട്ട് വരിക. സോ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് ഈ ഒരു ഹാഫ് ഇയർലിയിൽ പകുതി ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. മക്കളെ, എന്ത് ചോദിച്ചാലും ആ പകുതി ഭാഗത്തു നിന്ന് എന്ത് നാളെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇപ്പം ആക്കി തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നോക്കണേ, ഓർഗാനിക് കെമിസ്ട്രിയിൽ മക്കൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കാർബണെ പറ്റിയിട്ട്. ഒന്നുമില്ലടാ, കാർബൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ 2,4 അതിന്റെ കോൺഫിഗറേഷൻ. ഇതൊന്നും ചോദിക്കില്ല, പക്ഷെ അതിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സംയോജകത എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ. കാർബണിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയാണ്? 4 ആണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തം നിങ്ങൾ കാണുന്നതിലോട് കൂടിയിട്ട് നാളെ നിങ്ങൾക്ക് ഒരു ഹാപ്പി ഫീലിംഗ് വരും. ഇതുവരെ ഓർഗാനിക് ഒന്നും അറിയാത്തവർ പോലും ഇതൊന്ന് കണ്ടാൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സംയോജകത 4 ആണ്. മറ്റൊന്ന്, കാർബൺ ഉണ്ടാകുന്ന പ്രത്യേകതകൾ സാറ് പെട്ടെന്ന് പറയാം. കാർബണ് 4 ബോണ്ടുകൾ ഉണ്ടാക്കാൻ, 4 സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കൊവാലന്റ് ബോണ്ട് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാർബണ് മറ്റൊരു കാർബണുമായിട്ട് ഏകബന്ധനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. കാർബൺ മറ്റൊരു കാർബണുമായിട്ട് ദ്വിബന്ധനം അഥവാ ഡബിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാർബൺ മറ്റൊരു കാർബണുമായിട്ട് ത്രിബന്ധനം അഥവാ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് പഠിച്ചു വെച്ചോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞ വെച്ചാൽ. ഓക്കെ, റെഡി. ഇനി മക്കളെ വേഗം പഠിച്ചോ. കാർബൺ ഏകബന്ധനങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതാണ്. ഓക്കെ, അത് ഞാൻ സാറ് അടുത്തൊരു ഇതിലേക്ക് പറയാം. മക്കളെ, നമുക്ക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമുണ്ട്. ആരാണ്? ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, കാർബണും ഹൈഡ്രജനും ചേർന്നുള്ള സംയുക്തങ്ങൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഈ ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുകയാണ്. ഒന്നെന്താണടാ? ചെയിൻ സംയുക്തങ്ങൾ. ഓക്കെ, മറ്റൊന്ന് വലയ സംയുക്തങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയാ സൈക്ലിക് എന്നാണ് പറയാ. ഒരു പേര് കൂടി മക്കളൊന്ന് പിടിച്ചു വെച്ചേ. ചെയിൻ സംയുക്തങ്ങളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് അലിഫാറ്റിക്. ഓക്കെ, ഇവിടെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് അലിസൈക്ലിക്. ഓക്കെ, അലിസൈക്ലിക്. ഓക്കെ ആണല്ലോ. അപ്പോ ഈ ചെയിൻ സംയുക്തം അല്ലെ അലിഫാറ്റിക്, സൈക്ലിക് അല്ലെ അലിസൈക്ലിക്. അതിൽ നമുക്ക് ചെയിൻ സംയുക്തങ്ങളെ നമുക്ക് ഇപ്പോ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സാച്ചുറേറ്റഡ്, മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ്. ഇതൊന്ന് നോട്ടിലേക്ക് ഈ ഫ്ലോ ചാർട്ട് വന്നാൽ നിങ്ങൾ ഒരുപാട് കാര്യം ഒരൊറ്റ ചാർട്ട് കൊണ്ട് പഠിച്ചിരിക്കും. ഓക്കെ, സാച്ചുറേറ്റിന് മലയാളം നമ്മൾ പറയാം എന്താണെടാ? സാച്ചുറേറ്റിന് മലയാളം പറയാ പൂരിതം. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോ അഭൂരിതം. പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോ അത് ഒരു ഗ്രൂപ്പ് മാത്രമാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത്. അവരാണ് ആൽക്കെയിൻസ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ 2 ടീം ഉണ്ടാകാം. ആൽക്കീനുകളായിരിക്കും, അതല്ലെങ്കിൽ ആൽക്കൈനുകളായിരിക്കും. ഓക്കെ മക്കളെ, എന്താണ് ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് ഫ്ലോ ചാർട്ട് ചെയ്തോ. സിംഗിൾ ബോണ്ട്, ഏകബന്ധനങ്ങൾ മാത്രമുള്ള, കാർബണിന്റെ ഇടയിൽ ഏകബന്ധനം മാത്രമാണെങ്കിൽ അതാണ് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണുകൾ. എന്നാൽ എവിടെയെങ്കിലും ഏതെങ്കിലും മിനിമം ഒരു കാർബണിന്റെ ഇടയിലെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, ദ്വിബന്ധനം ഉണ്ടെങ്കിൽ, അത് ആൽക്കീൻ വിഭാഗത്തിൽപ്പെട്ട ആൽക്കീൻ ഹോമോലോഗ സീരീസിൽപ്പെട്ട ആളായി മാറും. ഏതെങ്കിലും ഒരു കാർബണിന്റെ ഇടയിൽ ത്രിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് ആൽക്കൈനിൽ പെടും. എന്ത് പെടും? ആൽക്കൈനിൽ പെടും. മക്കളെ, ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചേ. ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഇതല്ലേ വ്യത്യാസം. അപ്പൊ ആ വ്യത്യാസവും ഈ ഒരു ലെറ്ററുകളും നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. എന്താണ്? ഏകബന്ധനമാണെങ്കിൽ ANE ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ദ്വിബന്ധനമാണെങ്കിൽ ENE ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ത്രിബന്ധനമാണെങ്കിൽ YNE ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? ഓക്കെ, റെഡി. ഇനി മക്കളെ, ഈ 3 ടീമിനെ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈനുകളെല്ലാം ഒരേ സ്വഭാവമാണ് കാണിക്കുക. ആൽക്കീനുകളൊക്കെ വേറെ സ്വഭാവമാണ് കാണിക്കുക. ആൽക്കൈനുകളൊക്കെ വേറെ സ്വഭാവമാണ്. അപ്പോ ഇവരെ ആൽക്കൈൻ, ആൽക്കീൻ, ഈ 3 ഹോമോലോഗസ് സീരീസുകളാണ്. ഓർത്തു വെച്ചോ. എന്താണ്? ഹോമോലോഗസ് സീരീസുകളാണ്, അഥവാ
ഒരേ സ്വഭാവം കാണിക്കുന്ന ഒരു ജനറൽ ഫോർമുലയുടെ അണ്ടറിൽ വരുന്ന ആളുകളെയാണ് ഹോമോലോഗസ് സീരീസ് പഠിക്കുക. അപ്പൊ 3 തരം ഹോമോലോഗസ് സീരീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. മക്കളെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. എന്താണ് ഇപ്പൊ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് പഠിച്ചെടുക്കാം ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞത്. എന്തൊക്കെ ഉണ്ടാവുക? ആൽക്കൈനുകൾ എന്ന് പറയുമ്പോ എന്താണ് അവിടുത്തെ ജനറൽ ഫോർമുല വരുന്നത്? ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല എന്താ വരുന്നത് മക്കളെ? CnH2n+2. ഈ ജനറൽ ഫോർമുലന്റെ അണ്ടറിൽ വരുന്നത് ആൽക്കെയിൻ. ഇനിയോ ആൽക്കീനുകളാണെങ്കിലോ? ആൽക്കീനുകളാണെങ്കിൽ എന്താണ് ജനറൽ ഫോർമുല വരിക മക്കളെ? ആൽക്കീൻ ആണെങ്കിൽ കാർബണിന്റെ എണ്ണം എന്താണോ അതിന്റെ നേരെ ഡബിൾ ആയിരിക്കും ഹൈഡ്രജൻ എണ്ണം, CnH2n. ഇവിടെ കാർബണിന്റെ എണ്ണത്തിന്റെ നേരെ ഡബിളിനോട് 2 കൂട്ടിയാലാണ് ഹൈഡ്രജൻ കിട്ടുക. ഇനി നമുക്ക് വേറൊരാളെ നോക്കാടാ. ആരാണ്? ആൽക്കൈൻ. ആൽക്കൈനുകൾ അതാ ത്രിബന്ധനം ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഫോർമുല വരിക? ത്രിബന്ധനം ഉണ്ടെങ്കിൽ ഫോർമുല വരിക കാർബണിന്റെ എണ്ണം എന്താണോ അതിനെ നേരെ ഡബിൾ ആക്കുക, എന്നിട്ട് അതിനോട് 2 കുറയ്ക്കുക, 2 സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ എണ്ണം കിട്ടും. നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കിയാലോ. ഒരു കാർബൺ ഉള്ള ആൽക്കൈൻ ആണ് CH4. കാർബണിന്റെ എണ്ണം 1 ആണ്. 1ന്റെ ഡബിൾ 2, 2 2 4. അപ്പൊ 2 കാർബൺ ഉള്ള ആൾക്കാരാണെങ്കിലോ 2ന്റെ ഇരട്ടി 4, 4നോട് 2 കൂട്ടിയാൽ 6. കണ്ടോ? ഇനി ആൽക്കീൻ ആവട്ടെ ആൽക്കൈൻ ആവട്ടെ 2 കാർബൺ മുതലാണ് തുടങ്ങുക. കാരണം ഒരു കാർബൺ മാത്രം കൊണ്ട് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ C2 ആണെങ്കിൽ ഹൈഡ്രജൻ എത്ര? നേരെ ഡബിൾ H4. C3 ആണെങ്കിലോ H എത്രയാണ്? H6. റെഡി ആണല്ലോ. ഇനി ഇവിടെ നോക്ക്. ഇവിടെ C2 ആണെങ്കിൽ H എത്ര ഉണ്ടാവുക? നേരെ ഡബിൾ ആക്കുക. 2നെ ഡബിൾ ആക്കിയാൽ 4. 4 - 2 2. ഇനി C3 ആണെങ്കിലോ നേരെ ഡബിൾ ആക്കുക. 6 6 - 2 എന്താണെടാ? 4. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൽക്കൈൻ. അപ്പോ ഇങ്ങനെ കുറച്ച് സംയുക്തങ്ങൾ തന്നിട്ട് ഫോർമുലാസ് തന്നിട്ട് നിങ്ങളോട് ആൽക്കൈൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യം നമുക്ക് അറിയാലോ. ഈ 2 ടീമും എന്താണ്? അൺസാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് ആണ്. ഇവ മാത്രമാണ് എന്ത്? സാച്ചുറേറ്റഡ് അഥവാ പൂരിതം അല്ലെ. അപ്പൊ ചോദ്യം എങ്ങനെയും വന്നേക്കാം. ഇങ്ങനെ കുറച്ച് ടീമിനെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം. അതൊക്കെ കോമൺലി എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ടീമിനെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം, ഏതാണ് ഈ കൂട്ടത്തിൽ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പൂരിതമെന്നോ, ഏതാണ് ഇതിൽ അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിതമെന്നോ ചോദിക്കാം. അപ്പൊ എങ്ങനെ ചോദ്യം വന്നാൽ ഈ ഫോർമുലാസ് നോക്കണം. പൂരിതാണെന്ന് പറഞ്ഞാൽ ആൽക്കൈൻ ആണോ എന്നാ പൂരിതാണ്, സാച്ചുറേറ്റഡ് ആണ്. ആൽക്കീനോ ആൽക്കൈൻ ആണോ എന്നാ അൺസാച്ചുറേറ്റഡ് ആണ്, അപൂരിതമാണ്. സെറ്റ് അല്ലേ? അപ്പൊ 2 ചോദ്യങ്ങൾ മക്കൾ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വെരി ഇമ്പോർട്ടന്റ്. അത് ഞാൻ ഉറപ്പ് പറയാം. ഷുവർ ഷുവർ. കാരണം എല്ലാ ഹാഫ് ഇയറിലേക്കും ഹോമോലോഗസ് സീരീസിൽ നിന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് മക്കളെ എന്താണ്? പേരെങ്ങനെ ഇടുക എന്നുള്ളതല്ലേ. പേര് ഇടണമെങ്കിൽ നിങ്ങൾ 10 കാർബണുകൾക്കുള്ള പേര് പഠിക്കണം. 1 കാർബൺ ആണെങ്കിൽ മെത്ത് അല്ലെങ്കിൽ മീത്, 2 കാർബൺ ആണെങ്കിൽ എത്ത് അല്ലെങ്കിൽ ഈത്, 3 കാർബൺ ആണെങ്കിൽ എന്താ മക്കളെ പറയാ? 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട് ബ്യൂട്ട് ബ്യൂട്ട്. ഓക്കെ, 5 കാർബൺ ആണെങ്കിൽ പെൻഡ്. 5 കാർബൺ ആണെങ്കിൽ എന്താ പറയാ? പെൻഡ്. 5 കാർബൺ ആണെങ്കിൽ പെൻഡ് പെൻഡ്. ഓക്കെ, പെൻഡ്. 5 കാർബൺ ആണെങ്കിൽ പെൻഡ്. 6 കാർബൺ ആണ് എന്താ മക്കളെ പറയാ? ഹെക്സ് ഹെക്സ്. 7 കാർബൺ ആണെങ്കിൽ എന്താണ് പറയാ? 7 കാർബൺ ആണെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ് മാറിപ്പോയില്ലേ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സെറ്റ് 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 മക്കളെ പറയാ. 6 കാർബൺ ആണെങ്കിൽ പറയാം ഹെക്സ്. 7 കാർബൺ ആണെങ്കിൽ എന്ത് പറയാം? ഹെപ്റ്റ് അല്ലേ. 8 കാർബൺ ആണെങ്കിൽ എന്താ പറയാ? ഒക്ട്. 8 കാർബൺ ഒക്ട്. 9 കാർബൺ എന്താ പറയാ? നണ്ണ്. ഓക്കെ, 9 കാർബൺ. 10 കാർബൺ എന്താ പറയാ? ഡെക്ക്. ഇത് പഠിച്ചു വെച്ചോ. ഇനി പേരിടാൻ ഞാൻ പഠിപ്പിച്ചുതരാം. നേരത്തെ നമ്മൾ സെറ്റ് ആക്കി വെച്ചൊരു സാധനം ഉണ്ടല്ലോ. ഏകബന്ധനമാണെങ്കിൽ ANE, ദ്വിബന്ധനമാണെങ്കിൽ ENE, ത്രിബന്ധനമാണെങ്കിൽ YNE. നിങ്ങൾക്ക് ആർക്കാ പേരിടാ അറിയാത്ത? IUPAC നോമൻക്ലേച്ചർ എന്നാ പറയാ. IUPAC നാമകരണം. മക്കളോട് പറയാണ് 1 കാർബൺ ഉണ്ട്, ഏകബന്ധനാണ്. അപ്പൊ മെത്ത് പ്ലസ് ANE, മീതെയിൻ. സെറ്റ്. 2 കാർബൺ ഉണ്ട്, ദ്വിബന്ധനാണ്. അപ്പൊ ഈത് പ്ലസ് ENE, ഈതീൻ. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഇനി എന്താ? 6 കാർബൺ ഉണ്ട്, ഏകബന്ധനാണ്. ഹെക്സ് പ്ലസ് ANE, ഹെക്സൈൻ. എന്ത് വേണോടാ ഇനി? കാര്യം കഴിഞ്ഞില്ലേ. ഇനി ഇവന്മാരോ പേരിടാൻ നമ്മൾ പഠിച്ചു. അപ്പൊ ആൽക്കൈനുകൾക്ക് പേരിടാൻ നമ്മൾ എങ്ങനെ പറയാ? എന്താണ് ഈ എഴുതിയതിന് പറയുന്ന പേരാണ് വേർഡ് റൂട്ടുകൾ, പദാംഗം. അതിനോടൊപ്പം എന്ത് ചേർക്കുക? വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദാംഗം. വേർഡ് റൂട്ട് പറഞ്ഞാൽ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെപ്റ്റ് ഒക്ട് നണ്ണ് ഡെക്ക് കേട്ടോ. അതിനോട് ANE ചേർത്താൽ മതി. ഓക്കെ, അപ്പൊ 1 കാർബൺ എന്താ? 1 കാർബൺ എന്ന് പറയുമ്പോൾ ബാക്കി 4 ഹൈഡ്രജൻ ആവും. കാരണം എന്താണടാ? കാരണം എന്താണടാ? ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബൺ കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ് വേണ്ടത്. അപ്പൊ ഇതിനെങ്ങനെയും വിളിക്കാം?
CH4 എന്ന് വിളിക്കാം. പേരെന്താ? ഒരു കാർബൺ മെത്താണ്, ഫുൾ ഏകബന്ധനാണ്. അപ്പൊ ANE മീഥൈൻ. സെറ്റ് കഴിഞ്ഞു. മലയാളം എങ്ങനെ എഴുതാ? ഇതിനെങ്ങനെ മലയാളത്തിൽ എഴുതിയാൽ മതി, മീഥൈന്, മീഥൈൻ. ഓക്കെ, റെഡി മക്കളെ. 2 കാർബൺ നോക്കിയാൽ 1 2 കാർബൺ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? 2 കാർബൺ വന്നു കഴിഞ്ഞാൽ ഈ കാർബൺ ഓൾറെഡി ഒരു ബോണ്ടായി. അപ്പൊ ബാക്കി 3 ബോണ്ട്. അവിടെ കാരെ കൊടുക്കുക? ഹൈഡ്രജൻസിനെ കൊടുക്കുക. ഈ കാർബൺ ഓൾറെഡി ഒരു ബോണ്ടായി, ഒരു ബന്ധനമായി, ബാക്കി 3. കാരണം ആദ്യം സാറ് പറഞ്ഞു ഒരു കാർബൺ 4 മറക്കരുത് കേട്ടോ. അപ്പൊ ഒരു കാർബൺ 4 ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് കണ്ടൻസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട് CH3. എന്താ ചെയ്തത്? ഈ കാർബൺ അതിന് ചുറ്റുമുള്ള 3 ഹൈഡ്രജൻ CH3. അത് കഴിഞ്ഞിട്ട് ഏകബന്ധനം അടുത്ത CH3. സെറ്റ് അല്ലേ? റെഡി അല്ലേ? പേരെന്താ? 2 കാർബൺ ആകുമ്പോ ഈതാ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, ഈഥെയിൻ. ഓക്കെ, പേരിടാലോ. റെഡി അല്ലേ? ഇനി മക്കളെ അടുത്തതായിട്ട് ആൽക്കീനുകളാണ്. ആൽക്കീൻ എന്ന് പറയുമ്പോ എന്താണടാ? എന്തായിരുന്നു? വേർഡ് റൂട്ട്. അതിനോട് ENE കൂട്ടിയാൽ മതി. ENE സിമ്പിൾ എക്സാമ്പിൾ. കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, 2 കാർബൺ ഉള്ളേ. അപ്പൊ ഈ 2 ബന്ധനായി, ബാക്കി 2 കൂടി മതി 4ലേക്ക്. അപ്പോ 2H. ഇവിടെയും സാർ എന്ത് ചെയ്തു? 2H കൊടുത്തു. എങ്ങനെ നമുക്ക് ഷോർട്ട് ആക്കാം? CH2 ദിബന്ധനം CH2 എന്ന് പറയാം അല്ലെ? കാരണം എന്താ? CH2 ദിബന്ധനം CH2 ഡബിൾ ബോണ്ട് CH2. പേരെങ്ങനെ നമ്മൾ ഇടുക? 2 കാർബൺ ആയതുകൊണ്ട് എത്ത്, ദിബന്ധനം ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE. എങ്ങനെ കൂട്ടി വായിക്കുക? ഈഥീൻ. കണ്ടോ? സിമ്പിൾ അല്ലേ? എന്നാൽ ഇപ്പൊ സാർ ഇങ്ങനെ ചെയ്യുന്നത് 1 2 3 4 കാർബൺ ഉണ്ട്. സാർ ഇവിടെയാണ് ദിബന്ധനം കൊടുത്തതെന്ന് വിചാരിക്കാം. അവിടെയാണെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണേ. ഈ കാർബൺ നോക്കി എത്ര ഹൈഡ്രജൻ വേണം? ഒരു ബോണ്ടേ അങ്ങോട്ടായിട്ടുള്ളൂ. അപ്പൊ ബാക്കി 3 ഹൈഡ്രജൻ വേണം. അപ്പൊ CH3. സാർ ഷോർട്ട് മാത്രം എഴുതുന്നു, കണ്ടൻസ്ഡ് ഫോർമുല മാത്രം എഴുതുന്നു. ഈ കാർബൺ മക്കൾ ശ്രദ്ധിക്കുക. ഈ കാർബണ് 1 2 3 ബന്ധനമായി. അപ്പൊ ബാക്കി 1 ഹൈഡ്രജൻ മതി, CH. ഈ കാർബൺ അങ്ങനെ തന്നെയാണ്. 1 2 3 ബന്ധനം ചുറ്റുമായി. അപ്പൊ 1 ഹൈഡ്രജനും കൂടി മതി, CH. ഈ കാർബണോ ഒരു ബന്ധനമായിട്ടുള്ളൂ, അതുകൊണ്ട് 3 ഹൈഡ്രജൻ വേണം, 4 തികയ്ക്കാൻ, CH. ഇനി പേരോ? ആദ്യം കാർബൺ എണ്ണയും 4 കാർബൺ, അപ്പൊ ബ്യൂട്ടാണ് അല്ലേ? ഇനി രണ്ടാമത്തെ കാർബണിലാണ് 1 2 രണ്ടാമത്തെ കാർബണിലാണ് എന്തുള്ളത്? ദിബന്ധനമുള്ളത്. അതെന്താ? എണ്ണണം, പൊസിഷൻ ചെയ്യണം. എന്താ കാരണം? 1 2 ഇവിടെ വരാലോ ദിബന്ധനം, അപ്പോഴും ബ്യൂട്ടീനാണ്. ഇവിടെ വന്നാലും ബ്യൂട്ടീനാണ്. അപ്പൊ നമ്മൾ പൊസിഷൻ, സ്ഥാനം പറയണം. സ്ഥാനം ചെറിയ സ്ഥാനമായിരിക്കണം. അപ്പൊ ഇവിടെ നിന്നുമ്പോ 1 2, അവിടെ നിന്ന് 1 2. അങ്ങനെയാണെങ്കിൽ ബ്യൂട്ട് ഒരു വര വരയ്ക്കുക. രണ്ടാമത്തതിൽ ദിബന്ധനമുണ്ട്, ബ്യൂട്ട് 2 ഈൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 ബ്യൂട്ടീൻ എന്നും എഴുതാം. ഓക്കെ, റെഡിയാണോ? എങ്കിൽ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചാടാ. അടുത്തതായിട്ട് സാറ് പറയാൻ പോകുന്നത് എന്താ? നിങ്ങളൊന്ന് പേരിടാൻ ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, ഇപ്പോ സാർ ഇവിടെ വരയ്ക്കാണ്. 1 2 3 4 5 കാർബൺ ആണ്. ഇവിടെ ഒരു ദിബന്ധനം ഇട്ടു. ഓക്കെ, ഹൈഡ്രജൻ ഒക്കെ സാറ് പറഞ്ഞ പോലെ 4 കണക്കാക്കി ഫില്ല് ചെയ്യാം. ഈ കാർബൺ ഒരു ബോണ്ട്, ബാക്കി 3 വന്നാൽ 4 ആയി. ഈ കാർബൺ 2 സൈഡ് എടുക്കും, 2 ആയി. അപ്പൊ ബാക്കി 2. ഈ കാർബൺ 1 2 3 ആയി. അപ്പൊ ബാക്കി 1 മതി 4 ആവാൻ. ഈ കാർബൺ 1 2 3 ആയി. അപ്പൊ ബാക്കി 1 കൂടി മതി. ഈ കാർബൺ ഒറ്റ ആയിട്ടുള്ളൂ ബോണ്ട്, അതുകൊണ്ട് 3. ഇതിനെ പേരിടണം. എങ്ങനെയാ? 5 കാർബൺ ആണ് ഉള്ളത്. അപ്പൊ പെന്റാണ്. പെന്റിന് ദിബന്ധനം ഉള്ളത് ഇവിടെ നിന്നുമ്പോ 1 2 മൂന്നാമത്തെ കാർബണിലാണ് ദിബന്ധനം ഉള്ളത്. അവിടെ നിന്നുമ്പോഴോ 1 2. അപ്പൊ ഏതാ എടുക്കേണ്ടത്? 2 എടുക്കണം. കാരണം ചെറിയ സ്ഥാനമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും കൊടുക്കേണ്ടത്. അപ്പൊ ഇത് നമ്പർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്പർ ചെയ്യേണ്ടത്. റെഡിയാണോ? ഓക്കെ, 5. അപ്പൊ പെന്റില് എത്രാമത്തെ സ്ഥാനത്താണ്? പെന്റില് രണ്ടാമത്തെ സ്ഥാനത്ത് ദിബന്ധനമുണ്ട്, ENE. മക്കളെ ഇതേ കണക്ക് തന്നെയാണ് ആർക്കുള്ളത്? ആൽക്കൈനുള്ളത്. ആൽക്കൈൻ എന്ത് മാറി? അവിടെ ENE ഉള്ളത് ഇവിടെ YNE ആവും. അഥവാ ദിബന്ധനം ഉള്ളത് ട്രിപ്പിൾ ബോണ്ട് ആവും. സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. കാർബൺ ത്രിബന്ധനം കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ. ഈ കാർബൺ 3 ആയി, ബാക്കി 1 ഹൈഡ്രജൻ മതി. ഈ കാർബൺ 3 ആയി, ബാക്കി 1 ഹൈഡ്രജൻ മതി, 4 ആവാൻ. ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാം നമുക്ക്? CH ട്രിപ്പിൾ ബോണ്ട് CH. പേരെങ്ങനെടാ? 2 കാർബൺ ഇത് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE, ഈഥൈൻ. കഴിഞ്ഞു. എന്നാൽ പൊസിഷൻ വേണ്ട സമയം കൂടുതൽ കാർബൺ വരികയാണ് വിചാരിച്ചോ. ഇതാ ഒരു 4 കാർബൺ വന്നു. ഇവിടെയാണ് ത്രിബന്ധനം ഉള്ളത് മക്കൾ വിചാരിക്കാം. ബാക്കിയൊക്കെ വേഗം ഫില്ല് ചെയ്യും. ഇവിടെ 3 ഹൈഡ്രജൻ വേണം, 1 ബന്ധനം. ഇവിടെ 2 ബന്ധനമായി, 2 ബോണ്ടായി. ഇപ്പൊ 2 ഹൈഡ്രജൻ, 4 ആവാൻ. ഈ കാർബൺ 1 2 3 4 ചുറ്റും 4 ഉണ്ട്. അപ്പൊ ഇനി ഹൈഡ്രജൻ വേണ്ട. ഈ കാർബണും 3 ചുറ്റുള്ളത്. അപ്പൊ 1 ഹൈഡ്രജൻ. പേരെന്താ? 4 കാർബൺ ആകുമ്പോൾ ബ്യൂട്ടാണ്. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ YNE ആണ്, പഠിച്ചതാണ്. പക്ഷേ
എത്രാമത്തെ കാർബണിലാണ്? ഇവിടുന്ന് എണ്ണുമ്പോൾ മൂന്നാമത്തെ കാർബണിലാണ്, അവിടുന്ന് എണ്ണുമ്പോഴോ ഒന്നാമത്തെ കാർബണിലാണ്. അപ്പൊ ഏതാ എടുക്കേണ്ടത്? ഇവിടുന്ന് ചെയ്യണം നമ്മൾ നമ്പർ ചെയ്യാൻ. റെഡിയാണോ? അപ്പൊ ബ്യൂട്ടിൽ ഒന്നാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് YN വന്നു, ബ്യൂട്ട് 1 YN. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് പഠിക്കാം? ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺസ്. മക്കളെ, ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ഉള്ള ബ്രാഞ്ച് നമ്മൾ പറയും. ഒരു കാർബൺ എന്താ പറയാ? മെത്ത്. ബ്രാഞ്ച് ആണെങ്കിൽ YL കൂട്ടുക. അപ്പൊ മീഥൈൽ ബ്രാഞ്ച്. ഇതാണ് മീഥൈൽ ബ്രാഞ്ച്. എന്ത് ബ്രാഞ്ചാ? മീഥൈൽ ബ്രാഞ്ച് എന്ന് പറയും. മീഥൈൽ ബ്രാഞ്ച്. യെസ്, ഒരു കാർബൺ ഉള്ള CS3 എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് പറയുന്ന പേര് മീഥൈൽ ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ ഉള്ളിൽ 2 കാർബൺ ഉണ്ടെങ്കിൽ CH2 CH3 ഇങ്ങനെയാണ് ബ്രാഞ്ച് ഉള്ളതെങ്കിൽ അതാണ് ഈഥൈൽ ബ്രാഞ്ച്. ഈഥൈൽ. ഓക്കെ, റെഡി? അപ്പൊ ഈ ബ്രാഞ്ച് ഒക്കെ വരുന്ന ചോദ്യങ്ങൾ പല ടൈപ്പ് മാറി തിരിഞ്ഞൊക്കെ വരാറുണ്ട് കേട്ടോ. അന്ന് രാത്രി മാരത്തോൺ കണ്ടോ, അതെങ്ങനെയൊക്കെയെന്ന് സാറ് പറഞ്ഞുതരാം. ഡോൺ വറി, ഇത് എന്റെ കോൺഫിഡൻസ് ആണ് ഞാൻ പറയുന്നത്, അഹങ്കാരമല്ല, എന്റെ കോൺഫിഡൻസ്. പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഓർഗാനിക് ആണ്, അത് കിണ്ണം കാച്ചി കൈ തരും ഞാൻ. ഓക്കെ, റെഡി? അപ്പൊ നോക്കിയേ, ബ്രാഞ്ചിന്റെ പേര് പഠിച്ചു, മീഥൈൽ, ഈഥൈൽ. സിമ്പിൾ ആയി പറയാം, CH3 CH CH3 CH3 ഇങ്ങനെയാണ് വന്നു വിചാരിക്കും. അപ്പൊ മക്കളെ, 3 കാർബണ് ഇങ്ങനെ എണ്ണുമ്പോൾ 3 എണ്ണം. അതായത് നമ്മൾ മെയിൻ ചെയിൻസ് ആദ്യം കണ്ടെത്തണം. പ്രധാന ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളമുള്ള ചെയിൻ. അതിന് നമ്മൾ എൻഡിൽ നിന്ന് എൻഡിലേക്ക് എണ്ണണം. ഇതൊരു എൻഡാണ്, ഇതൊരു എൻഡാണ്, ഇത് വേറൊരു എൻഡാണ്. അങ്ങനെ 3 എൻഡുകൾ അവിടെ ഉള്ളത്. അപ്പോ എൻഡിൽ നിന്ന് എൻഡിക്ക് ഇവിടെ നിങ്ങൾ 1 2 3. അപ്പൊ എന്റെ കയ്യിൽ 3 1 2 3 ഇങ്ങനെ 3 ഇങ്ങനെ എണ്ണുമ്പോൾ 3. അപ്പൊ എങ്ങനെ എണ്ണിയാലും 3 ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു 3നെ ഞാൻ മെയിൻ ചെയിനാക്കി, പ്രധാന ചെയിനാക്കി എടുക്കും. അപ്പൊ അതിന്റെ പുറത്തുള്ളത് ബ്രാഞ്ച് ആണ്. ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. അപ്പൊ അതിന്റെ പേരെന്താ? മീഥൈൽ. 1 കാർബൺ ഉണ്ടെങ്കിൽ മീഥൈൽ. ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ആണ് ചെയിനിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പ്, ഏകബന്ധനല്ലേ മൊത്തം, പ്രൊപ്പെയിൻ. അപ്പൊ മക്കളെ, മീഥൈൽ ബ്രാഞ്ച് വന്ന പ്രൊപ്പെയിൻ, മീഥൈൽ പ്രൊപ്പെയിൻ എന്ന് എഴുതാലോ. പക്ഷെ ഒരു വിഷയം ഉണ്ടടാ. എന്താ? ഏത് കാർബണിലാണ് ഈ മീഥൈൽ വന്നിട്ടുള്ളത്? ഏത് കാർബണിലാണ് ആ മീഥൈൽ? ഈ കാർബണിലല്ലേ ഇവൻ ബ്രാഞ്ച് ഉണ്ടാക്കിയത്. അപ്പൊ ഈ കാർബൺ എത്രാമത്തെ കാർബണാ? ഇവിടെ നിന്നുമ്പോൾ 2ാമത്തെ കാർബൺ, അവിടെ നിന്നുമ്പോൾ 2ാമത്തെ കാർബൺ. അപ്പോ 2ാമത്തെ കാർബണിലാണ് മീഥൈൽ. അതുകൊണ്ട് 2 മീഥൈൽ പ്രൊപ്പെയിൻ. 2 മീഥൈൽ പ്രൊപ്പെയിൻ. മക്കളെ, എന്നാ നിങ്ങൾ ഇതിന്റെ പേരൊന്നിട്ടെ, ഇതിന്റെ പേരൊന്നിട്ടെ, CH3. ഇത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ നിങ്ങൾ പുലികളാണ്, നിങ്ങൾ പുലികളാണ് കേട്ടോ. ഓക്കെ, റെഡി? യെസ്. ഇവന്റെ പേരെന്താ? UPSC പേരെന്താ? വേഗം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ഈ കാണുന്ന കോമ്പൗണ്ടിന്റെ IUPAC പേരെന്താ? വേണമെങ്കിൽ സാറ് മെയിൻ ചെയിൻ ഒക്കെ കണ്ടെത്തി തരാം. എണ്ണാം. 1 2 3 4 5 5 കാർബൺ അല്ലേ? അവിടുന്ന് ഓക്കെ, ഇത് ഞാൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കമന്റ് ബോക്സിൽ തരാം കേട്ടോ. ഇവിടെ നിന്നാണ് 1 2 3 4 5. എങ്ങനെ എണ്ണുമ്പോൾ 5 ആണ് മാക്സിമം ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു 5 ഞാൻ മെയിൻ ചെയിൻ ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് ബ്രാഞ്ച് ആണ്. അപ്പൊ മീഥൈൽ ബ്രാഞ്ച് തന്നെയാണ്. എത്രാമത്തെ കാർബണില? ഞാൻ അധികം പറയില്ല. ഇവിടെ നിന്നുമ്പോൾ ഈ കാർബണിന്റെ എണ്ണം വരുന്നത് 1 2 3 4ാമത്തത്. അവിടെ നിന്നുമ്പോൾ 2ാമത്തെ കാർബൺ. അപ്പൊ 2ാമത്തെ കാർബണിൽ മീഥൈൽ ബ്രാഞ്ച് വന്നിട്ടുള്ള ആരാണ്? 5 കാർബൺ ആണ്. അതുകൊണ്ട് പെന്റ്, സിംഗിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് ANE, 2 മീഥൈൽ പെന്റെയിൻ. സോ നിങ്ങൾക്കുള്ള ചോദ്യം, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഉത്തരം എഴുതുക. എന്നിട്ട് ഓർഗാനിക് സെറ്റ് ആണ് സാർ എന്ന് കമന്റ് ചെയ്യുക. സെറ്റ് ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇന്ന് രാത്രിത്തെ ലൈവും കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ എണീക്കുക, പോവുക, പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടുക. ഓക്കെ, 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് 5 ഉണ്ട് 6 ഉണ്ട്. 6 വരച്ചു ഞാൻ. 6. ഓക്കെ, 6 കാർബൺ. 1 2 3 4 5 6 കാർബൺ വരച്ചു. 6 കാർബണില് 2ാമത്തെ കാർബണിൽ ഞാൻ CS3 കൊടുത്തു. ഓക്കെ, പേരണ്ടിട്ടാണ്ടി കേട്ടോ, പേരണ്ടിട്ടാണ്ടി കമന്റ് ബോക്സിൽ കത്തിച്ചാണ് മക്കളെ. അപ്പോ മറക്കണ്ട, ഇന്ന് രാത്രി നിങ്ങൾ വരിക, മാരത്തോൺ കാണുക, സെറ്റ് ആക്കുക. നാളെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾ 10 മാർക്കാണ് പ്രതീക്ഷയെങ്കിൽ അതിന്റെ 4 ടൈംസ്, അഥവാ 40 മാർക്ക് കിട്ടും. നിങ്ങൾ 20 മാർക്കാണ് പ്രതീക്ഷയെങ്കിൽ അതിന്റെ 2 മടങ്ങ്, അഥവാ 40 മാർക്ക് കിട്ടും. നിങ്ങൾ 30 മാർക്കാണ് പ്രതീക്ഷയെങ്കിൽ അതിന്റെ 2 മടങ്ങ് തരാൻ നമുക്ക് കഴിയൂല, കാരണം 60 മാർക്ക് കഴിയൂലല്ലോ. ഓക്കെ, അപ്പൊ ആ 30ന്റെ എത്ര കിട്ടും നിങ്ങൾക്ക്? 30ന്റെ എത്ര കിട്ടും? കുടിയല്ലോ ഞാൻ. യെസ്, അതായത് 30നെ നമ്മൾ 3 കൊണ്ട് 1/3 ഞാൻ ആഡ് ചെയ്ത് തരാം. അതായത് 10 മാർക്കും കൂടി കിട്ടിയാൽ പോരെ. യെസ്, അങ്ങനെയാണെങ്കിൽ സെറ്റ് ആക്കാം. ലൈവിലേക്ക് വരിക, പൊളിച്ചടക്കാം. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ, എങ്കിലേ നമുക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടോ ഇല്ല എന്നൊക്കെ മനസ്സിലാവുള്ളൂ. സോ നമുക്ക് വീണ്ടും കാണാം. ഇന്ന് മാരത്തോണിൽ നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വന്ന് പൊളിച്ചടക്കട, ചരിത്രം സൃഷ്ടിക്കണം. സൈൻ ഓഫ്.